ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ടേം എക്സിയോം 4 എന്നാണ്, അല്ലെങ്കിൽ AIXIOM 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ AXIOM എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ ന്യൂ ടേം, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് എന്തില്ല പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ സാധ്യതയില്ല. സോ അങ്ങനെയുള്ള ഒരു ടെർമിനോളജി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ടെർമിനോളജികൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് വേണം, എന്താണ് അല്ലെങ്കിൽ ഏത് ഫീൽഡാണിത് എന്നുള്ളതാണ് ആദ്യമായിട്ട് അറിയേണ്ടത്. സോ പല കേസുകളിലും നമുക്ക് ചില എക്സാമുകളിലൊക്കെ, അല്ലെങ്കിൽ കോമൺലി എക്സാമുകൾക്ക് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയുന്ന ടെർമിനോളജി ആവണമെന്നൊന്നുമില്ല. പക്ഷെ ചില കേസുകളിൽ നമുക്ക് അതിൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ടെങ്കിലും ആൻസർ ചെയ്യാൻ സാധിക്കും. ചിലതിന് അങ്ങനെ സാധിക്കണമെന്നും ഇല്ല. ഉദാഹരണത്തിന് എക്സിയോം എന്നുള്ള ടേം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓക്കെ, ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് അബൌട്ട് ISRO അല്ലെങ്കിൽ ISROയുടെ മിഷനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സോ ഇറ്റ്സ് റിലേറ്റഡ് ടു ദ സ്പേസ്. ബട്ട് നമുക്കത് അത് പറയാതെ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ടെക്നിക്കും ഇതിൽ കിടക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ചില ടെർമിനോളജികളിൽ നമുക്കിപ്പോ ലെൻഡിങ്, ഉദാഹരണത്തിന് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ ചില ടെർമിനോളജികൾ കിടക്കുന്നുണ്ടാവും. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസിലി. അപ്പോ ഓക്കെ, അപ്പൊ ഇത് പറയാൻ കാരണം നമുക്ക് എക്സാമിന് പഠിക്കുക അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു എന്താണ്, സം കൈൻഡ് ഓഫ് ടെക്നിക്സ്, അതിലുള്ള ടെക്നിക്സ് കൂടി അറിഞ്ഞിരിക്കണം. സോ എക്സാം എന്നുള്ളത് ഒരുപാട് എന്താണ്, നോളജ് ക്രിയേഷൻ അല്ലെങ്കിൽ നോളജ് അപ്ലിഫ്റ്റ്മെന്റ് എന്നുള്ളത് മാത്രമല്ല, സോ ഹൗ ടു പ്രൊഡ്യൂസ് ഇറ്റ് അല്ലെങ്കിൽ ഹൗ ടു റീപ്രൊഡ്യൂസ് ഇറ്റ് എന്നുള്ളതാണ്. സോ എങ്ങനെ നമുക്ക് ആ ഒരു കിട്ടിയ നോളജിനെ അപ്ലൈ ചെയ്യാം. സോ അപ്ലിക്കേഷൻ ലെവലാണ് എന്ത് എക്സാം എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു അപ്ലൈ ദ മൈൻഡ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ ആ ചില സമയങ്ങളിൽ നമുക്ക് ഒരുപാട് അറിയുന്ന നോളജ് ഒക്കെ ഉണ്ടാവും, പക്ഷെ എക്സാമിന് വരുമ്പോൾ എന്തുണ്ടാവില്ല, നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിനുള്ള കാരണം വി ഹാവ് ടു അപ്ലൈ അവർ മൈൻഡ്. ആ സമയത്ത് നമ്മൾ മൈൻഡ് അപ്ലൈ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് ചില കേസുകളിൽ വേണ്ടി വരിക. കാരണം നമുക്ക് നോളജ് ഉണ്ടായിരിക്കില്ല ചില കേസുകളിൽ. എന്നാൽ ചില കേസുകളിൽ നോളജ് ഉള്ള ആൾക്ക് തന്നെ മൈൻഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാവർക്കും അറിയുന്ന കേസുകളാണിത്. എത്ര എക്സാം ആയാലും നമുക്ക് എക്സാം എഴുതുമ്പോൾ അറിയുന്ന കാര്യമാണിത്. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം ഒരു ടെർമിനോളജിയെ കുറിച്ചാണ്. സോ ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ടെർമിനോളജി എക്സിയോം AXIOM എന്ന് പറയുന്നതാണ്. AXIOM 4 എന്ന് പറയുന്നു. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ദ കോണ്ടെക്സ്റ്റ് ഈസ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഹാസ് സെലക്ടഡ് 2 out of the 4 trained Gaganyaan astronauts to participate in the Axiom 4 mission. സോ Axiom 4 എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ മിഷൻ ആണ്. ഇതിൽ എല്ലാ രാജ്യങ്ങളിലും നിന്നുള്ള അസ്ട്രോനോട്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പേസ് എന്താണ് യാത്രികര് പങ്കെടുക്കുന്നതാണ്. ഒരു ട്രെയിനിങ് സെഷൻ പോലെയാണ്. അപ്പൊ അതില് ഇന്ത്യയുടെ ISRO നടത്തുന്ന ഒരു മിഷനാണ് ഗഗൻയാൻ എന്ന് പറയുന്നത്. അതായത് ഗഗൻയാൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇന്ത്യയുടെ ആദ്യത്തെ മാൻ ഓൺ സ്പേസ് മിഷൻ ആണത്. അതായത് മനുഷ്യനെ ആദ്യമായിട്ട് ഇന്ത്യയുടെ ISRO എന്ന് പറയുന്ന സ്പേസ് ഏജൻസി സ്പേസിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. സോ അത് അത് മാത്രമല്ല, അത് ഇന്ത്യ നേരിട്ട് നടത്തുന്ന മിഷനാണ്. അപ്പൊ ഇന്ത്യക്കാരും പുറത്ത് സ്പേസിലേക്ക് പോയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വി നോ അബൌട്ട് രാകേഷ് ശർമ്മ ആൻഡ് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കാരിയായ കൽപ്പന ചൗള പോയിട്ടുണ്ട്. ആൻഡ് ഇപ്പോ കറന്റ്ലി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുള്ള സുനിത വില്യംസ്. സോ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊന്നും നോട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, അല്ലെങ്കിൽ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ കൺട്രീസ് എന്ന് പറയാം. ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ. സോ ഇന്ത്യയുടെ ISRO എന്ന് പറയുന്ന ഒരു സ്പേസ് ഏജൻസിയുടെ മാത്രം കഴിവോടെ അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ട് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടല്ല പോയിട്ടുള്ളത്. സോ ഇന്ത്യ നടത്തുന്ന ആദ്യത്തെ ഇന്ത്യയുടേതായ ഒരു മിഷനാണ് ഗഗൻയാൻ. അതിന് പക്ഷേ നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാം ഇന്ത്യ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. ബിക്കോസ് വി ഹാവ് ടു ടേക്ക് സം ട്രെയിനിങ് സെഷൻസ്. സോ അതിനുവേണ്ടി എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ട്രെയിനിങ് സെഷൻ എടുക്കാൻ ഇപ്പോൾ റഷ്യയിൽ പോകുന്നുണ്ട്, നാസയുടെ ട്രെയിനിങ് സെഷൻസ് എടുക്കുന്നുണ്ട്. അതെല്ലാം നടക്കും. പക്ഷേ മനുഷ്യനെ ആകാശത്തേക്ക് അയക്കുന്നത് ആര് തന്നെയാണ്? ISRO തന്നെയാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഈ ISRO പറയുമ്പോൾ ISROയുടെ ഹെഡ് ഓഫീസ് എവിടെയാണ്? വെർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓർ ഹെഡ് ഓഫീസ് ഓഫ് ISRO? എവിടെയാണ്?
ഓഡിബിൾ അല്ലേ? എവിടെയാണ് അനന്യ? ബാംഗ്ലൂരാണ്. യെസ്, ബാംഗ്ലൂരാണ്. ഓക്കെ, അതിന്റെ പേര് ഓഫീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അയ്യോ, അതറിയില്ല. ഓക്കെ. ആൻഡ് ഓക്കെ, വേറെ ആർക്കെങ്കിലും അതിന്റെ പേര്? ആക്ച്വലി ISRO എന്തിനാണോ വർക്ക് ചെയ്യുന്നത് അതേ പേര് തന്നെയാണ് ആക്ച്വലി കൊടുത്തിട്ടുള്ളത്, ഹിന്ദിയിലാണെന്ന് മാത്രം. ദ സെയിം നെയിം. ഏതാണ് രശ്മി? അന്തരീക്ഷ ഭവൻ. അന്തരീക്ഷ ഭവൻ. യെസ്, അന്തരീക്ഷ ഭവൻ. സോ അന്തരീക്ഷ ഭവൻ എന്നുള്ള പേരിലാണ്. ആൻഡ് ISROയ്ക്ക് വേറെയും സ്പേസ് ഏരിയകളുണ്ട്. ISRO നടത്തുന്ന ഒന്നുള്ളത് പിന്നെ അഹമ്മദാബാദിലാണ്, ഗുജറാത്തിൽ. സ്പേസ് അപ്ലിക്കേഷൻ സെന്റർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതുപോലെ നമ്മൾ ISROയുടെ കൺട്രോളിൽ തന്നെ കേരളത്തിൽ ഉള്ള സ്പേസ് സ്റ്റേഷൻ എവിടെയാ? ഇതൊക്കെ വേറെ വേറെ സ്പേസ് സ്റ്റേഷനുകളാണ്, അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷൻ അല്ല, സ്പേസ് എന്താണ് നമ്മൾ ലോഞ്ചിങ് സ്റ്റേഷനുകളാണ്. സോ സ്പേസ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ. അപ്പോൾ അതിൽ കേരളത്തിലുള്ളത് ഏതാ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഉള്ളത്? കേരളത്തിലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പ. യെസ്, തുമ്പ എന്ന് പറയുന്നത് എവിടെയാ? വിച്ച് ഡിസ്ട്രിക്ട്? തിരുവനന്തപുരം. യെസ്, തിരുവനന്തപുരം. ഓക്കെ. യെസ്. ആൻഡ് ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഉള്ളത് എവിടെയാ? ഓക്കെ, ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഓർക്കേണ്ടതാണ്. അപ്പോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാ? വേറെ എനിവൺ? അനുപമ? സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ശ്രീഹരിക്കോട്ട എന്ന് പറയുന്നത് ഏത് വിച്ച് മീൻസ് വിച്ച് സ്റ്റേറ്റ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ. അപ്പൊ ഈ വ്യത്യാസങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, ഇതൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇന്ത്യ അയക്കുന്ന റോക്കറ്റുകൾ ഉണ്ട്. റോക്കറ്റ് എന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആവാം. ചെറിയ നമ്മൾ ഇപ്പോ പ്രധാനമായിട്ടും വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനലൊക്കെ അതിനുവേണ്ടി റോക്കറ്റുകൾ അയക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് പോലെ ചെറിയ റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം തുമ്പയിൽ നിന്നാണ് അയക്കുന്നത്. ഓക്കെ. ആൻഡ് അഗ്നി പോലെയുള്ള മിസൈൽ ലോഞ്ചിങ്ങുകൾ ഉണ്ട്. അതൊക്കെ ആക്ച്വലി വേറൊരു സെക്ഷനാണ്. മിസൈൽസ് എന്ന് പറയുന്നതെല്ലാം ഇറ്റ്സ് നോട്ട് ഫോർ ദ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എൻഹാൻസ്മെന്റ് ഓഫ് ദ കമ്മ്യൂണിറ്റി അല്ല, അല്ലെങ്കിൽ എൻഹാൻസ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് മിസൈൽസ് ഫോർ ഡിസ്ട്രക്ഷൻ ആണ്. നമ്മൾ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഭാഗമാണത്. അതായത് DRDO. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നതാണ് അഗ്നി എന്ന് പറയുന്ന മിസൈലൊക്കെ ഉണ്ട് ഇന്ത്യയുടെ. സോ APJ അബ്ദുൽ കലാം ഒക്കെ മിസൈൽ മാൻ എന്നറിയപ്പെടാനുള്ള കാരണമൊക്കെ ഈ അഗ്നി പ്രൊജക്റ്റ് ആണ്. അപ്പൊ അത് ലോഞ്ച് ചെയ്തതും അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്നതെല്ലാം DRDO ആണ്, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. സോ അത് ചെയ്യുന്നത് മിസൈൽസ് ഫോർ, നമുക്കറിയാം മിസൈൽ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ ഒരു ഡിഫൻസ് സിസ്റ്റം ആണ്. ഒരിക്കലും അത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമോ ജനങ്ങൾക്ക് നല്ലതിനാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഫോർ സെക്യൂരിറ്റി. അപ്പോൾ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഉള്ളത് ശ്രീഹരിക്കോട്ടയിലാണ്. അവിടെ നിന്ന് ആണ് നമ്മൾ ഈ GSLV അല്ലെങ്കിൽ PSLV റോക്കറ്റ്സുകളൊക്കെ അല്ലെങ്കിൽ ആ ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, സാറ്റലൈറ്റുകൾ അയക്കുന്നത്. സോ അവിടെ നിന്നാണ് എല്ലാ മിഷനുകളും നമ്മൾ നടത്താറുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് പറയാൻ കാരണം നമ്മൾ Axiom 4 ആണ്. സോ ദ ഓൺലി വൺ ഓഫ് ദ ഷോർട്ട് ലിസ്റ്റഡ് astronauts will go on the mission which is supposed to take place no earlier than October 24 according to the information available on NASA website എന്നാണ് പറയുന്നത്. അതുപോലെ ഇറ്റ് വിൽ ബി, അതായത് ഇത് പറയുന്നതൊക്കെ Axiom 4 കുറിച്ചാണ്, ISROയുടെ ഗഗൻയാൻ മിഷനെ കുറിച്ചല്ല. സോ ഗഗൻയാൻ മിഷനിൽ പങ്കെടുക്കുന്നവര് ഇവിടെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് Axiom 4 മിഷൻ ഈസ് എ പ്രൈവറ്റ് space flight to the International Space Station conducted by Axiom Space in collaboration with NASA. So അത് ഒരു പ്രൈവറ്റ് കൊളാബറേഷൻ ആണ് നാസയുമായിട്ട് സഹകരിച്ചുകൊണ്ട്. It will be the 4th private astronaut mission to ISS. Mission will be last for 14 days. So ഇതൊക്കെ
ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ അമേരിക്ക നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അമേരിക്കയിൽ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സിസ്റ്റം അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പേസ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവാണ്, അതിന് അവിടെ അലൗഡും ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യയിലുള്ള പോലെയല്ല. ഇന്ത്യയിൽ നമ്മളൊരു റോക്കറ്റ് ലോഞ്ചിങ് എല്ലാം ISRO ആണ്. അവിടെ പ്രൈവറ്റ് ലോഞ്ചിങ് ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കമ്പനി നടത്തുന്നതാണ് നാസയുടെ സപ്പോർട്ടോടെ. സോ അവിടേക്ക്, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കാണ് അയക്കുന്നത്. അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് സെഷൻ നടത്തുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻവോൾവ്മെന്റ് ഇതിലുള്ളത് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ISRO ഹാസ് ഷോർട്ട് ലിസ്റ്റഡ് 2 ഓഫീസ് ഫോർ ട്രെയിൻഡ് ഗഗൻയാൻ അസ്ട്രോനോട്ട്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മിഷൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒബ്ജക്റ്റീവും അതൊക്കെയാണ്. ഗഗൻയാൻ മിഷനെ കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയണം. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഗഗൻയാൻ മിഷൻ ഈസ് ഇന്ത്യാസ് ഓൺഗോയിങ് പ്രൊജക്ട് ടു സെൻഡ് എ 3-day manned mission to the low Earth orbit of 400 kilometers with a crew of 3 members and bring them back to Earth safely. The objective of the mission is to demonstrate India's human space flight capabilities. അപ്പോൾ ഇതിന്റെ കംപ്ലീഷനോട് കൂടി ഇന്ത്യ വിൽ ബിക്കം ദ 4th നേഷൻ ആഫ്റ്റർ USA, റഷ്യ ആൻഡ് ചൈന. ഓക്കെ, അപ്പോൾ ഈ 3 രാജ്യങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് സ്പേസിലേക്ക് മനുഷ്യനെ അയക്കുന്ന, സ്വന്തമായിട്ട് അയക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറും. അപ്പൊ ഇതില് എല്ലാവർക്കും അറിയുന്നതാണ്, ഇതില് മലയാളിയായിട്ടുള്ള വ്യക്തി ഉണ്ട്. അപ്പോ അതുപോലെ തന്നെ 4 പേരാണ് മെയിൻലി ഉള്ളത്. അപ്പൊ അതില് ഒരാള് ആക്ച്വലി ഒരു എന്താണ് അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ ടീമിൽ ഒരാൾക്ക് പറ്റാതെ വന്നാൽ മറ്റാള് അയക്കാൻ വേണ്ടി ഒരു എന്താണ് അഡീഷണൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഒരാളെ എക്സ്ട്രാ കരുതുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഗഗൻയാൻ മിഷന് വേണ്ടി നമ്മൾ പറഞ്ഞു ISRO ഡെവലപ്പ് ചെയ്ത ഒരു റോബോട്ട് ഉണ്ട്. എന്തായിരുന്നു അതിന്റെ പേര്? നമ്മൾ വേറൊരു സെഷനിലും ഇതേപോലെ വീണ്ടും പറഞ്ഞിട്ടുള്ളതാണത്. ISRO ഡെവലപ്പ് ചെയ്ത ഒരു റോബോട്ട് ഏതായിരുന്നു? അപർണ ഓഡിബിൾ അല്ലേ? അപർണ, അതുൽ ഓക്കെ ആണോ? ഹലോ, വ്യോമിത്ര. ഏതാണ് അതുൽ? വ്യോമിത്ര. വ്യോമിത്ര. യെസ്, വ്യോമിത്ര. ഓക്കെ, വ്യോമിത്ര എന്ന് പറയുന്നതാണ് വ്യോമ മിത്ര. സോ അത് ISRO ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക. സോ നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കാസിരംഗ നാഷണൽ പാർക്ക് പറയുമ്പോൾ എവിടെയാണ് ഈ കാസിരംഗ നാഷണൽ പാർക്ക്? എന്താണ് കാസിരംഗ നാഷണൽ പാർക്കിന്റെ സ്പെഷ്യാലിറ്റി? സോ എന്താണ് സുമൻ ഓഡിബിൾ അല്ലേ? സുമൻ, ഓക്കെ അല്ലേ? സുമന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ അത്? മുമ്പ് ക്ലാസ്സുകളിൽ കണ്ടില്ല. ഹലോ, ഓഡിബിൾ അല്ലേ? ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ. സോ ഓക്കെ അല്ല, സുമന്റെ ക്വസ്റ്റ്യൻ അതാണ്. മീൻസ് കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കാണ്. സോ ഹാവ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്? അതായത് അത് എവിടെയാണ്, ഏത് സ്റ്റേറ്റിലാണ്? എനി ഐഡിയ? ആക്ച്വലി അസമിലാണോ? ഞാനിപ്പോ വായിച്ചിരുന്നു. അസം. ഓക്കെ, അസ്സാമിലാണ്. യെസ്, അസ്സാം. ആൻഡ് അവിടെയുള്ള, അതായത് ആ നാഷണൽ പാർക്കിലെ ഒരു അനിമൽ പ്രൊട്ടക്റ്റഡ് അനിമൽ ആയിട്ടുണ്ട്. ഏത് അനിമലാണ് ഇത്? നമ്മൾ കഴിഞ്ഞ ചില സെഷനുകളിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും, അതായത് മുൻപും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ചിലപ്പോൾ പറയും. സോ നാഷണൽ പാർക്കുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, അതുപോലെ ഇപ്പൊ ISRO, ഇതൊക്കെ ഇറ്റ്സ് എന്താണ് സംതിങ് റിപ്പീറ്റിംഗ് ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത് മാത്രമല്ല, എല്ലാ ടോപ്പിക്കുകളിലും ഇങ്ങനെ റിപ്പീറ്റേഷൻ വരും. ബട്ട് കോണ്ടെക്സ്റ്റ് വേറെയാണെന്ന് മാത്രം. അപ്പോൾ ഓക്കെ, കാസിരംഗ നാഷണൽ പാർക്കിലെ പ്രൊട്ടക്റ്റഡ് അനിമൽ ഏതാണ്? ഓക്കെ, വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, സുമൻ ഉണ്ടായിരുന്നില്ലല്ലോ മുൻപ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നവർ പറഞ്ഞാൽ മതി. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അത്. ഏതാണ്? സനത്ത്
rhinoceros, Indian rhinoceros. ഓക്കെ യെസ്. ഓക്കെ, സുമൻ തന്നെ പറഞ്ഞല്ലേ. ഓക്കെ, ഫൈൻ. ഓക്കെ, റൈനോസർ. ഓക്കെ, റൈനോസർ ഉണ്ട്. വേറെ അതായത് എസ്പെഷ്യലി റൈനോസർ പറയുമ്പോൾ Buffalo. തന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതായത് റൈനോസർ ഒരു കോമൺ ഫീച്ചർ ആണ്. അതിൽ തന്നെ അവിടെ മാത്രം കാണുന്ന റൈനോസർ ഉണ്ട്. അതിന്റെ പേര് Indian rhinoceros. World's wide. ഇന്ത്യൻ റൈനോസർ ആണ്. ഓക്കെ, ആൻഡ് അഡീഷണലി വേറൊരു ടേം കൂടി. ഓക്കെ, വൺ ഹോൺ റൈനോസ് എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ വൺ ഹോൺ റൈനോസ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റക്കൊമ്പൻ ആണ്. അതായത് അതിന്റെ പിക്ചർ നോക്കിയാൽ കാണാം, ഒരു കൊമ്പ് മാത്രമുള്ള റൈനോസർ ആണ്. അതായത് കാണ്ടാമൃഗം. റൈനോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കാണ്ടാമൃഗം. അതായത് അതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് വരും. ബിക്കോസ് ഇറ്റ് ഈസ് വളരെ എന്താണ്, ഇറ്റ്സ് എൻ വൾണറബിൾ സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ പറയുന്നില്ല എങ്കിൽ പോലും വൾണറബിൾ സിറ്റുവേഷനുള്ള ഒരു മൃഗമാണ് ഈ പറയുന്ന വൺ ഹോൺ റൈനോസ്. സോ റൈനോസർ എന്ന് പറയുന്നത് ലോകത്തിൽ ഉണ്ട്. അതിൽ തന്നെ ഈ പറയുന്ന ഇന്ത്യൻ റൈനോസേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഈ റൈനോസറിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് നോൺ ആസ് വൺ ഹോൺ റൈനോസ്. സോ ഒരു കൊമ്പ് മാത്രമുള്ളത്. അത് ഇടയ്ക്ക് ന്യൂസിൽ വരാൻ കാരണം ഇനിയും മിക്കവാറും കാണാം. അത് ഒന്ന് ആസാമിൽ ഇടയ്ക്കില്ല എങ്കിൽ പോലും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു. ഇടയ്ക്ക് ഫ്ലഡ് സിറ്റുവേഷൻ, മഴ പെയ്ത് വളരെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും ആ സമയങ്ങളിൽ. കാരണം ബ്രഹ്മപുത്ര എന്ന് പറയുന്ന റിവർ പോകുന്ന സ്ഥലമാണ് ആസാം. ആസാമിന്റെ എന്താണ് ലൈഫ് ലൈൻ ഓഫ് ആസാം എന്ന് വിളിക്കുന്ന ഒരു റിവർ കൂടിയാണ് ബ്രഹ്മപുത്ര. ആൻഡ് ബ്രഹ്മപുത്രയുടെ പ്രത്യേകത, ബ്രഹ്മപുത്ര ഈസ് എ ഹിമാലയൻ റിവർ. ഓക്കെ, ഹിമാലയത്തിൽ നിന്ന് ഫോം ചെയ്തു വരുന്ന ഒരു റിവറാണ്. അതുകൊണ്ട് അതിന്റെ എന്താണ് വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ്. വളരെയധികം വെള്ളം കൊണ്ടുവരുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര. അതിനെ റെഡ് റിവർ എന്നൊക്കെ വിളിക്കാറുണ്ട്, ചുവന്ന നദി എന്ന് വിളിക്കുന്നു. പിന്നെ ഒന്നാണ് ഹിമാലയൻ റിവർ ആണ്. സോ ഇങ്ങനെയുള്ള കുറെ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇത് ആസാമിൽ വരുമ്പോൾ ആസാമിൽ അത്രയധികം സ്ഥലങ്ങളിൽ ഇത് വെള്ളപ്പൊക്കത്തിന് കാരണമാവും. അതിൽ ഈ പറയുന്ന കാസിരംഗ നാഷണൽ പാർക്ക് എപ്പോഴും, മിക്കവാറും എല്ലാ തവണയും കാസിരംഗ നാഷണൽ പാർക്കിൽ വെള്ളം കയറും. കാസിരംഗയിൽ ചില കേസുകളിൽ മിക്കവാറും ന്യൂസ് വരാറുള്ളത് ഈ പറയുന്ന റൈനോസർ ഒഴുകിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് വരിക. അല്ലെങ്കിൽ അതിനെ കാണാനില്ല. ചിലപ്പോൾ റൈനോസറൊക്കെ റോഡ് വഴി നടന്നു പോകുന്നു. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റിംഗ് ന്യൂസുകളായിട്ടാണ് വരിക. ഇൻട്രസ്റ്റിംഗ് എന്നല്ല, ആക്ച്വലി സംഭവിക്കാറുള്ള ന്യൂസുകളാണ്. അപ്പോൾ ഈ കാസിരംഗ നാഷണൽ പാർക്ക് ഉണ്ട്. ആസാമിൽ വേറെ നാഷണൽ പാർക്കുകളുണ്ട്. നമ്മളപ്പോൾ ഈ നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്, ഇങ്ങനെയുള്ള കുറെ കാറ്റഗറിയിൽ വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടത്തെ പോയിന്റിൽ നോക്കാം. സോ ഇവിടെ പോയിന്റ് കൊടുത്തിട്ടുള്ളത് കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. യെസ്, ദ റീസൺ ഫ്ലഡ് ഇൻ ആസാംസ് കാസിരംഗ നാഷണൽ പാർക്ക് ഹാവ് ബീൻ ട്രാജിക് ഫോർ ദ വൈൽഡ് ലൈഫ്. ഓക്കെ, അപ്പൊ അത് ഇവിടെയും കോണ്ടെക്സ്റ്റ് തന്നെയാണ്. ന്യൂസിൽ വരാനുള്ള കാരണവും വെള്ളപ്പൊക്കം തന്നെയാണ്. ഓക്കെ, ദെൻ ദ പാർക്ക് ഈസ് എക്സ്പീരിയൻസിങ് worst ever deluge in recent years, surpassing the large-scale devastation seen in 2017 when over 350 animals died due to floods and vehicle hits while migrating through animal corridors to the highlands. So ഇതിന്റെ ഒരു നേച്ചർ ഓഫ് ഡെവാസ്റ്റേറ്റിംഗ് നേച്ചർ പറയുന്നതാണ്. അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിൽ അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇവിടെ കാസിരംഗ നാഷണൽ പാർക്കിന്റെ കുറച്ച് പ്രത്യേകതകൾ പറയുന്നതാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഗോൽഹാട്ട്, കാർബി ആംഗ്ലോങ് ആൻഡ് നഗോൺ ഡിസ്ട്രിക്ട്സ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം. ഈ ആസാം പറയുമ്പോൾ നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ്. കാരണം ആസാമിന്റെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്, ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ബൈ പോപ്പുലേഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലെ ജനസംഖ്യയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ വി ക്യാൻ കമ്പയർ വിത്ത് ദ അതർ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ, ഈസിലി വി ക്യാൻ കമ്പയർ വിത്ത് ദ സ്റ്റേറ്റ് ഓഫ് ആസാം. ആസാമിലെ പോപ്പുലേഷൻ കേരളത്തിലെ പോപ്പുലേഷൻ തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട്. കഴിഞ്ഞ സെൻസസിൽ 2011 സെൻസസിൽ, അതായത് ഓൾമോസ്റ്റ് 3 കോടി സംതിങ് ആയിരുന്നു കേരളത്തിലെ ജനസംഖ്യ. ആസാമിലും അതേപോലെ തന്നെയാണ്. അപ്പൊ അതിനൊരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത. ആൻഡ് ഇപ്പോൾ അത് മാറിയിട്ടുണ്ടാവാം നെക്സ്റ്റ് സെൻസസ് വരുമ്പോൾ, എങ്കിലും ഓൾമോസ്റ്റ് അതേപോലെയാണ് പോകുന്നത്. ആൻഡ് വേറൊന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് ആണ്, ഇറ്റ് ഈസ് ഓൺ ദ സദേൺ ബാങ്ക് ഓഫ് ദ ബ്രഹ്മപുത്ര റിവർ. ദിസ് പാർക്ക് ഹോസ്റ്റ് 2/3 ഓഫ് ദ വേൾഡ്സ് ഇന്ത്യൻ ഡൈനോസേഴ്സ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്.
ലോകത്തിലെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഇന്ത്യൻ ഡൈനോസറിൽ ഏറ്റവും കൂടുതൽ 2/3 ഓഫ് ദ വേൾഡ്സ് ഇന്ത്യൻ ഡൈനോസേഴ്സ് ആൻഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. പിന്നെ ദ പാർക്സ് റിച്ച് ബയോഡൈവേഴ്സിറ്റി ഇൻക്ലൂഡ് ലാർജ് ബ്രീഡിംഗ് പോപ്പുലേഷൻസ് ഓഫ് എലിഫൻസ്, വൈൽഡ് വാട്ടർ ബഫലോ ആൻഡ് സ്വാം ഡിയർ. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഇന്ത്യൻ റൈനോസർ എന്ന് പറയുന്ന സംഭവത്തിന് തന്നെ ആണ് നമ്മളവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇറ്റ്സ് നോൺ ആസ് വൺ ഹോൺ റൈനോസ്. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഡിജിറ്റൽ ഭാരത് നിധി എന്ന് പറയുന്ന ഒരു ടേം ആണ്. അപ്പോ ഡിജിറ്റൽ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ സെഷനിൽ പറയുകയും ചെയ്തു, സൂരജ് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അതായത് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ന്യൂസ് അല്ല, ആക്ച്വലി ഇറ്റ് വാസ് ആക്ച്വലി ആൻ അഡ്വർടൈസ്മെന്റ്. അപ്പോൾ അഡ്വർടൈസ്മെന്റ് ഇതുപോലെ കാണിച്ചു, ഒരു ന്യൂസ് പോലെ പ്രസന്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആൾക്കാർ ന്യൂസ് എല്ലാം വായിച്ചവരെല്ലാം അത് ഒറിജിനൽ ആണെന്ന് വിചാരിച്ചു. ഫെബ്രുവരി 1 മുതൽ കറൻസി എന്താവുന്നു, ഡിജിറ്റൽ കറൻസിയായി മാറുന്നു, ഇന്ത്യയിലെ എല്ലാ മറ്റ് കറൻസിയൊക്കെ നിർത്തലാക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ന്യൂസ്. അപ്പോൾ അത് ന്യൂസ് അല്ല, ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ബട്ട് ഇതാണ് ആക്ച്വലി ഇപ്പൊ നമ്മൾ വീണ്ടും ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, ചൈന ഡെവലപ്പ് ചെയ്ത പുതിയ AI ടെക്നോളജി ഉണ്ട്. ഇപ്പൊ AI ടെക്നോളജി അമേരിക്കയുടെ കയ്യിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ചൈന അത് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് അത് ഡെവലപ്പ് ചെയ്ത് വളരെ എന്താണ്, ഒരു ചൈനയിലുള്ള ഒരു ഡെവലപ്പറാണ്. ആൻഡ് ഓൺലി എന്താണ്, ഒരു 30-35 വയസ്സിനുള്ളിലുള്ള വ്യക്തിയാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ വളരെ സീനിയർ മോസ്റ്റ് എന്താണ് ടെക്നോളജിസ്റ്റുകളൊന്നും അല്ല അത് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ മിക്കവാറും വർഷങ്ങളായിട്ട് ഇതിൽ റിസർച്ച് ചെയ്യുന്നവരാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ AI എന്ന് പറയുന്ന ടെക്നോളജി പോലെ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലുണ്ട്. ആക്ച്വലി അതിപ്പോ വെറും ന്യൂസ് അല്ല. അത് ഡിജിറ്റൽ കറൻസിയെ കുറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറെ കാലങ്ങളായിട്ട് അത് റിസർച്ച് നടത്തുന്നുണ്ട്. റിസർച്ച് അല്ല, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും അത് ടെസ്റ്റിംഗ് മോഡലിലാണ് നടക്കുന്നത്. ഇപ്പൊ ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുന്ന കറൻസികൾ വി ട്രാൻസ്ഫർ ത്രൂ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയം യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ഇപ്പോ സാധനങ്ങൾ വാങ്ങുന്നതിന് എന്ത് ചെയ്യുന്നു, ഗൂഗിൾ പേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള UPI ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ UPI എന്നുള്ള ഒരു ഫുൾ ഫോം എന്താ? UPI ഫുൾ ഫോം UPIയുടെ ഫുൾ ഫോം എന്താ? എനിവൺ ആൻസർ? അറിയുന്നവർക്ക് പറയാം, അവരോട് അടുത്ത ചോദ്യം ഇല്ല. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഓക്കെ, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. അപ്പൊ അതിന് എക്സാമ്പിള്, UPIക്ക് എക്സാമ്പിള് ഏതാണ്? ഒരു UPI എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്സപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ. യെസ്. അപ്പോ അതൊക്കെയാണ് നമ്മളിപ്പോ ചർച്ചയിൽ അല്ലെങ്കിൽ ന്യൂസിൽ ഇനി വന്നുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അറിയേണ്ടതും. അപ്പോൾ ഗൂഗിൾ പേ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, GPay. സോ GPay എന്ന് പറയുന്നതാണ് ഇതിൽ ഇപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ഒരു UPI. പിന്നെ എല്ലാവർക്കും ഉണ്ട് ആക്ച്വലി. UPI എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ് UPI. സോ അത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഫണ്ട് മാനേജ് ചെയ്യുന്നത്. അപ്പൊ അത് ഏതിലൂടെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗൂഗിൾ പേ പോലെ ഭീം എന്ന് പറയുന്ന UPI ഉണ്ട്. ഭീം UPI ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒരു UPI ആണ്. അപ്പൊ ഈ ഭീം UPI വഴിയാണ് മിക്കവാറും മറ്റ് ബാങ്കുകളുടെ ഒക്കെ ആപ്പുകൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഗൂഗിൾ പേ പോലെ യു ക്യാൻ യൂസ് ദ ആപ്സ് ഓഫ് ബാങ്ക്സ്. അതായത് എല്ലാ ബാങ്കുകൾക്കും ഇപ്പോൾ ഉദാഹരണത്തിന് യോനോ SBIയുടെ യോനോ SBI, അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, സോ കനറ ബാങ്ക്, എല്ലാ ബാങ്കുകൾക്കും എന്തുണ്ട്, ആപ്പുകളുണ്ട്. അപ്പൊ അതിൽ ചില ചില ബാങ്കുകളുടെ ആപ്പുകൾ നല്ല പോലെ ഫങ്ഷൻ ചെയ്യുന്ന ആപ്പുകളുണ്ട്. സോ അവരെന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ യൂസ് ദെയർ ഓൺ UPI. അപ്പൊ അതിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ചിലത് വളരെ ഫാസ്റ്റ് ആണ്, ചിലത് എന്നാൽ ബാങ്ക് ആയതുകൊണ്ടും അതിന്റെ എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇപ്പൊ ഗൂഗിൾ പേ പോലെ വളരെ ഈസി ആയിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഇഷ്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ അതൊരു സേഫ്റ്റി മെഷർ ആയിട്ട് പറയാൻ പറ്റും. ബിക്കോസ്
നമ്മൾ ഗൂഗിൾ പേ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഗൂഗിൾ പേ വഴി നമുക്ക് കാശ് നഷ്ടം വന്നാൽ ബാങ്കുകളെ സമീപിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അവർ പറയും ഞങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല. ബിക്കോസ് എന്താണ്, ഈ ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്. ബാങ്കും നമ്മളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ് ആര്, ഗൂഗിൾ പേ. അപ്പോൾ നമ്മൾ ആ തേർഡ് പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിനെ ലിങ്ക് ചെയ്യിക്കുന്നു, നമ്മൾ കാശ് കൊടുക്കുന്നു. അപ്പോൾ ബാങ്കിന് അതിന് ഉത്തരവാദിത്തമില്ല. ബാങ്ക് പറയാം നിങ്ങളുടെ കാശ് നഷ്ടം വന്നാൽ ഞങ്ങൾ തരില്ല. എന്നാൽ ബാങ്കിന്റെ തന്നെ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് സം റെസ്പോൺസിബിലിറ്റി. അത് അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വി ക്യാൻ മേക്ക് കംപ്ലൈന്റ്. പക്ഷേ മറ്റേതിൽ അതാണ്, നിങ്ങൾ ഗൂഗിൾ പേ ബാങ്കിലൊക്കെ പോയി ചോദിച്ചാൽ അറിയാം. ഗൂഗിൾ പേ കുറിച്ച് ചോദിച്ചാൽ അവര് ഞങ്ങൾക്ക് അതറിയില്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പിൻ ചേഞ്ച് അതൊക്കെ നിങ്ങളുടെയാണ് എന്ന് പറയും. സോ അതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നതാണ് വി കാൺ ഗെറ്റ് ഇനഫ് അതോറിറ്റി ഓൺ ഗൂഗിൾ പേ. അപ്പോൾ ഗൂഗിൾ പേ പോലെ എന്നാൽ ഗൂഗിൾ പേ കൊണ്ടുണ്ടായ ഗുണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, എവ്രിവെയർ. അതായത് ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ റീച്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എല്ലായിടത്തും എത്തി. ഈവൻ ഗ്രാമങ്ങളിലും എല്ലാ കുഗ്രാമങ്ങളിലേക്കും എന്തെത്തി, ഈ പറയുന്ന UPI എത്തി, ഗൂഗിൾ പേ എത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ഓഫ് മണി ത്രൂ ഡിജിറ്റൽ മീൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നടന്നു. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് പെട്ടെന്ന് റീച്ച് കിട്ടിയത് ഇത്തരത്തിലുള്ള ടെക്നോളജിയാണ്. മാത്രമല്ല ഇപ്പോൾ വാട്സപ്പ്, ഇപ്പോൾ പറഞ്ഞ പോലെ വാട്സപ്പ് വരുന്നുണ്ട്. വാട്സപ്പ് പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് കംപ്ലീറ്റ് പെർമിഷൻ കിട്ടിയിരുന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ, അതായത് ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര ജനങ്ങളിൽ മാത്രമേ അത് ഇംപ്ലിമെന്റ് ചെയ്യാവൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഡീസെൻട്രലൈസ്. അപ്പോൾ അതിൽ എന്താണ്, പൂർണ്ണമായിട്ട് 100% അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തൊരു റവല്യൂഷൻ ആയിരിക്കും. ബിക്കോസ് എല്ലാവർക്കും അറിയുന്നതാണ്, ഗൂഗിൾ പേ പോലെയല്ല വാട്സപ്പ് പേ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് എന്ന് പറയുന്നത് ഇല്ലാത്തവര് വളരെ കുറവാണ്. ഓൾമോസ്റ്റ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും എന്തുണ്ട്, വാട്സപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ അത്രയും വലിയൊരു റീച്ച് ഗൂഗിൾ പേ കടത്തിവിട്ടുന്ന രീതിയിൽ വാട്സപ്പ് പേക്ക് ഉണ്ടാവാം. ആൻഡ് ദർ ആർ സം സെക്യൂരിറ്റി കൺസേൺസ്. അപ്പൊ ഇത് പറയാൻ കാരണം ഡിജിറ്റൽ ഭാരത് നിധി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവിടെ സംഭവം, Department of Telecommunication on July 4th released a draft rules to operationalize Digital Bharat Nidhi, a fresh attempt by central government increasing telecom connectivity in rural areas. So ഇത് ടെലികോം കണക്ടിവിറ്റിയെ കുറിച്ചാണ്. ടെലികോം കണക്ടിവിറ്റി റൂറൽ ഏരിയാസിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പദ്ധതിയുടെ പേരാണ് ഡിജിറ്റൽ ഭാരത് നിധി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചില റൂളുകൾ ഇവർ പുറത്തിറക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിൽ ഭാരത് നെറ്റ് എന്ന് പറയുന്ന പദ്ധതി ഉണ്ട്. അതായത് ഇന്ത്യയിലെ എല്ലാ ദിക്കുകളിലേക്കും ഇന്റർനെറ്റ് സർവീസ് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് ഭാരത് നെറ്റ്. സോ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ജില്ല ഇടുക്കി ജില്ലയാണ്, കേരളത്തിലെ ഭാരത് നെറ്റ്. അപ്പോൾ നമ്മളിപ്പോ അതിന്റെ ഭാഗമായിട്ട് എന്ന് പറയാം, ഇതുപോലെ ഇപ്പോൾ കേരള ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്റർനെറ്റ് സർവീസ് സിസ്റ്റമാണ്, പ്രൊവൈഡിങ് സിസ്റ്റമാണ് KFON എന്ന് പറയുന്നത്. ഇപ്പോൾ KFON എന്ന് കണ്ടിട്ടുണ്ടാവും, K എന്ന് എഴുതിയിട്ട് FONE. സോ അതായത് കേരള FON ആണ് ആക്ച്വലി, അതായത് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നതാണ് KFON. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക്നോളജി വരുമ്പോൾ അല്ലെങ്കിൽ സ്കീമുകൾ വരുമ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജൂലൈ 4-നാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, വിത്ത് ദ സെന്റർ നോട്ടിഫൈങ് പാർട്സ് ഓഫ് ദ ടെലികോം ലാസ്റ്റ് മന്ത്, ഇറ്റ് ഹാസ് പ്രപ്പോസ്ഡ് അഡീഷണൽ റൂൾസ് ഫോർ ദ ഫൈനൽ മേക്ക് ഓവർ ഓഫ് ദ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് ആസ് ദ ഡിജിറ്റൽ ഭാരത് നിധി, വിച്ച് വുഡ് ഹാവ് റിലേറ്റീവ്ലി വാർഡർ സ്കോപ്പ് ദാൻ ദ USOF. അതായത് ഇതിനു വേണ്ടിയിട്ടൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് നിധി എന്ന് പറയാൻ കാരണം. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്കീമായിരുന്നു, അതിനെ എന്താക്കി മാറ്റിയെന്ന് മാത്രം, ഡിജിറ്റൽ ഭാരത് നിധി എന്ന് പറയുന്ന ഒരു ഫണ്ട് രൂപത്തിലേക്ക് മാറ്റിയെന്ന് മാത്രം. അപ്പൊ ഇതിന്റെ ഉദ്ദേശം മുമ്പ് പറഞ്ഞതാണ്, ഇൻക്രീസിങ് ദ ടെലികോം കണക്ടിവിറ്റി ഇൻ റൂറൽ ഏരിയാസ്. അപ്പൊ ഇതിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും. സോ ഇവിടെ പറയുന്നതാണ്, ടെലികോം ആക്ട് പ്രകാരം contributions made by telecom companies towards the digital bharat nidhi will first be credited to the consolidated fund of India. Central will deposit the collected fund to the DBN from time to time. Okay, അപ്പോ ഇത് ഒരു ഫണ്ടാണ്. ആ ഫണ്ടിലേക്ക് ആര് തുക അടയ്ക്കുന്നു,
ടെലികോം കമ്പനികൾ അടയ്ക്കുന്നു. അപ്പോൾ അത് ഏതിലേക്ക് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ഇതിന്റെ ഉദ്ദേശം ഈ ടെലികോം കമ്പനികളിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന തുക എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാണ്? ടു റീച്ച് അപ് ടു ദ പുവറസ്റ്റ് ഓഫ് ദ പുവർ എന്ന് പറയാം, അല്ലെങ്കിൽ റൂറൽ ഏരിയകളിലേക്ക് ഈ ഡിജിറ്റൽ കണക്ടിവിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആ ഫണ്ടിനെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ട്സ് കളക്ടഡ് അണ്ടർ ദ DBN വിൽ ബി യൂസ്ഡ് ടു സപ്പോർട്ട്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, യൂണിവേഴ്സൽ സർവീസ് ത്രൂ പ്രൊവൈഡിംഗ് ആക്സസ് ആൻഡ് ഡെലിവറി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് അണ്ടർ സെർവ്ഡ് റൂറൽ, റിമോട്ട് ആൻഡ് അർബൻ ഏരിയാസ്. അപ്പോൾ ഇത് സംഭവം അത്രേ ഉള്ളൂ. ഇതൊരു ഫണ്ട് യൂസ് ചെയ്യുന്നു. ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ ഫണ്ടിലേക്ക് ആര് തരും ഫണ്ട്? ടെലികോം കമ്പനികൾ അതിന്റെ ഫണ്ട് തരണം. സോ ആ ഫണ്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് പോലെയോ ഒക്കെ കിട്ടുന്ന തുകകളാണ്. അപ്പോൾ അവർ നൽകുന്ന തുകകൾ ഈ നിധിയിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് റൂറൽ ഏരിയകളിലേക്ക് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് പുതിയ പല റൂളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മൊബൈൽ ടവറുകൾ ഒരുപാട് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴല്ല, കുറെ കാലങ്ങളായിട്ടുണ്ട്. ഈ മൊബൈൽ ടവറുകൾ വരുന്നതിനെതിരെ പല സ്ഥലങ്ങളിലും സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അടുത്തൊരു റൂളിംഗ് കണ്ടിട്ടുണ്ടാവും. അതായത് ഈ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിന് എന്ത് വേണ്ട? പ്രയർ പെർമിഷൻ ഒന്നും വേണ്ട. അതായത് ജനങ്ങളുടെ എല്ലാവരുടെയും സാങ്ഷനിങ്ങോ അതൊന്നും ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പുതിയ സ്കീം പറയുന്നത്. സോ അത് പ്രകാരം ഒരു പുതിയ എന്താണ് ഈ പറയുന്ന ഇൻസ്റ്റാൾ ചെയ്യാൻ, അതായത് ഒരു ടവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള പ്രോസസ്സ് വളരെ ഈസിയാണ്. അപ്പോൾ അതിനെതിരെ ഒരുപാട് കൺസേൺ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴത്തെ പുതിയ റൂളിംഗ് പ്രകാരം നോട്ടിഫൈഡ് ആണത്. ദേ ക്യാൻ സ്റ്റാർട്ട് ഈസിലി എനിവെയർ. അപ്പൊ അതിന് പ്രയർ പെർമിഷൻ പോലും വേണ്ട എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിന് സാധാരണ ടൗണുകളിലൊക്കെ ആണെങ്കിൽ, വലിയ വലിയ നഗരങ്ങളിലാണെങ്കിൽ ദേ യൂസ് ബിൽഡിങ്സ് ഓൺലി. കാരണം നിലത്ത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ യൂസ് ചെയ്യുന്നത് മിക്കവാറും ഗവൺമെന്റ് ഓഫീസുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങുകളുടെ മുകളിലാണ്. സോ അത്തരം സ്ഥലങ്ങളിലുള്ളതിനേക്കാൾ കൺസേൺ എവിടെയാണ് വരുന്നത്? മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും, ഗ്രാമങ്ങളിലൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് അത്തരം ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതിനെതിരെ അജിറ്റേഷൻ വന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പൊ പറയുന്ന സംഭവം. ദെൻ അടുത്തത് റൈറ്റ് ടു റിപ്പയർ പോർട്ടൽ എന്ന് പറയുന്നതാണ്. അപ്പൊ റൈറ്റ് ടു എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ കുറെ റൈറ്റുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണെന്ന് നോക്കാം. ദ സെന്റർ ആസ്ക്ഡ് ദ ഓട്ടോമൊബൈൽ കമ്പനീസ് ടു ജോയിൻ the unified right to repair portal India, which has been launched by the Department of Consumer Affairs to provide consumers with an easy access to information for repairing their products and enabling them to reuse it. അപ്പോൾ ഇതൊരു നല്ല സംഭവമാണ്. ബിക്കോസ് നമ്മൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു കൺസേൺ ആണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് നമ്മൾ എല്ലാ കോൺസെപ്റ്റിലും ഉള്ളത്. കാരണം ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര നാൾ ഉപയോഗിക്കുന്നുണ്ടാവും എന്ന് ചിന്തിച്ചാൽ അറിയാം. ഒരു മൊബൈൽ ഫോണിന്റെ പരമാവധി ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് മുൻപ് ഒരു 5 വർഷം മുൻപാണെങ്കിൽ, അഞ്ച് പോട്ടെ അതിന് മുകളിലാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വി ക്യാൻ യൂസ് ഫോർ 3 to 5 years വരെയൊക്കെ യൂസ് ചെയ്യുന്ന ഫോണുകളുണ്ട്, അതായത് സ്മാർട്ട് ഫോൺ അല്ലാത്തതാണെങ്കിൽ. എന്നാൽ ഈ സ്മാർട്ട് ഫോൺ വിപണിയിൽ നോക്കിയാൽ കാണാം ടെക്നോളജി വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളും ഒരു ഫോൺ എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ പുതിയൊരു ഫോൺ മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങുന്നുണ്ട്. പഴയ ഫോണുകൾ റിപ്പയർ ചെയ്യുന്ന സംവിധാനം കുറവാണ്. അങ്ങനെ ഫോൺ മാത്രമല്ല, എവരി പ്രോഡക്റ്റ് വി യൂസ് ഇൻ എ സിസ്റ്റം ഓഫ് എന്താണ് ന്യൂ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലാണ് വാങ്ങുന്നത്. അല്ലാതെ ഒരിക്കലും ഉള്ള പ്രൊഡക്റ്റിനെ റിപ്പയർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്ന സംവിധാനം കുറഞ്ഞു തുടങ്ങി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, റിപ്പയർ ചെയ്യുന്ന കോസ്റ്റിനേക്കാൾ എളുപ്പമാണ് പുതിയത് വാങ്ങാൻ. നമ്മളിപ്പോ പലപ്പോഴും ഇപ്പോൾ മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ ഇങ്ങനെയുള്ള കുറെ ഇലക്ട്രോണിക് പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ ഫ്രിഡ്ജ്, TV, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ TV അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഒരു ഡിവിഷനാണ് മാറ്റി വെക്കേണ്ടത്. അല്ലാണ്ട് ഒരു പാർട്ടല്ല, ഒരു കംപ്ലീറ്റ് പാർട്ട് മാറ്റേണ്ടി വരും. സോ ആ പാർട്ട് മൊത്തത്തിൽ മാറ്റുമ്പോൾ വരുന്ന തുക എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് 5,000 to 6,000 ആവും. അപ്പോൾ ഇത്രയും വലിയ തുക വരുന്നതിനേക്കാൾ ആൾക്കാർ ചിന്തിക്കുക സ്വാഭാവികമായിട്ടും ഇതിലും നല്ലത് പുതിയൊരു TV വാങ്ങുന്നതാണ്. കാരണം ഒരു 8,000 അല്ലെങ്കിൽ 10,000 രൂപ കൊടുത്താൽ ഇത്ര വലിപ്പമുള്ളത് കിട്ടില്ലെങ്കിൽ പോലും വി ക്യാൻ ഗെറ്റ് എ ന്യൂ TV. അപ്പൊ അത്തരത്തിലുള്ള ഒരു തോട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്താണ് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കുന്ന ഒരു സംവിധാനമാണ് റൈറ്റ് ടു റിപ്പയർ പോർട്ടൽ എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഇതാണ്.
ബാക്ക്ഗ്രൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ പോർട്ടൽ വിൽ എൻഷുർ എ സിംഗിൾ പ്ലാറ്റ്ഫോം ടു പ്രൊവൈഡ് ഈസി ആക്സസ് to necessary information on repair and maintenance of products to consumers. So ഇതിലൂടെ പഠിപ്പിക്കുന്ന പോലെയാണ് നമുക്ക് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് പോസിബിലിറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ റൈറ്റ് ടു റിപ്പയർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ്. അത് ഒരു നല്ല സംവിധാനമാണ്. മാത്രമല്ല അത് കൺസ്യൂമർ അവയർനെസ്സിന്റെ ഭാഗമാണ്. സോ ബിക്കോസ് കൺസ്യൂമർ മസ്റ്റ് അവെയർ അബൌട്ട് ദ എവറി പ്രോഡക്റ്റ്, അതായത് ഏതൊരു പ്രൊഡക്റ്റ് ആയാലും നമ്മൾ അത് ഉപയോഗിക്കാനും അത് റിപ്പയർ ചെയ്യാനും പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു കാറ് കേടായാൽ ഒന്നും നമുക്ക് അറിയണമെന്നില്ല. കാർ മാത്രമല്ല, ഇപ്പോൾ ബൈക്ക് ആയാലും സ്കൂട്ടർ ആയാൽ പോലും ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നമുക്ക് ചിലപ്പോൾ എന്തില്ല അറിയണമെന്നില്ല. അപ്പോൾ അത് അവെയർ ആക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. അതൊരു കൺസ്യൂമർ അവെയർനെസ് സ്കീം, അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ന് പറയുന്നത് പ്രകാരം കൺസ്യൂമറിന് 6 റൈറ്റുകളുണ്ട്. അതിലൊന്നാണ് റൈറ്റ് ടു ബി അവെയർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ റൈറ്റ് ടു അവെയർനെസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു റൈറ്റ് ഉണ്ട്. അപ്പോൾ അത് മുൻപൊക്കെ ആണെങ്കിൽ 1986 ആക്ടിലും അതുണ്ട്. പക്ഷെ അത് പല ക്ലാസ്സുകൾ എടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ കൺസ്യൂമർ അവെയർനെസ് പരസ്യങ്ങളൊക്കെ കൊടുക്കുകയാണ് പതിവ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കൺസ്യൂമർ അവെയർ ആയിരിക്കുകയും പ്രൊഡക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് തോട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു പോർട്ടൽ വരാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ആഫ്റ്റർ സെയിൽ സർവീസും അതുപോലെ കസ്റ്റമേഴ്സ് ഡീറ്റെയിൽസ് അബൌട്ട് ദ ബ്രാൻഡ്സ്. അപ്പോൾ ഇവിടെ കസ്റ്റമർ അവെയർനെസ്, ഇതിന്റെ ഒക്കെ ഈ പറഞ്ഞ ടോപ്പിക്കിന്റെ മൊത്തം ക്രക്സ് ചോദിച്ചാൽ എന്തിനാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉള്ള ഒരു റൈറ്റ് ആണ് എന്ത്, റൈറ്റ് ടു ബി അവെയർഡ് അല്ലെങ്കിൽ അവെയർനെസ് ഓഫ് കൺസ്യൂമർ ആണ്. അത് പ്രകാരം ഉള്ള ഒരു സംവിധാനമാണിത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പോർട്ടൽ ഡെവലപ്പ് ചെയ്തതും പോർട്ടലിലൂടെയുള്ള പഠനവും എല്ലാം. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഒരു ടേം ആണ് VAQUITA. അപ്പോൾ ഇങ്ങനെ ഒരു ടേം കേട്ടാൽ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ഒന്നും മനസ്സിലാവില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സ്പേസ് ക്രാഫ്റ്റ് ആണോ, അല്ലെങ്കിൽ സ്പേസ് ഷിപ്പിന്റെ പേരാണോ, അല്ലെങ്കിൽ എനി മാമൽ. ഇത് ഇവിടെ ആൻസർ മാമൽ ആണ്. ആൻഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേരാവാം. ബിക്കോസ് അങ്ങനെയും വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. ദ പ്ലേസ്, അബൌട്ട് ദ പ്ലേസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥലം, പലപ്പോഴും പല സ്ഥലങ്ങളും ന്യൂസിൽ വരാം. അപ്പോൾ കുറച്ചു കാലം മുമ്പ് വരെ ഒരു സ്ഥലം ഇതുപോലെ കീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ന്യൂസുകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ കീവ് KIEV. അപ്പൊ ഈ കീവില് ന്യൂസ് ഇതുപോലെ ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട്. അപ്പൊ ഈ കീവ് എന്ന് പറയുന്നത് എവിടെയാ? ദ പ്ലേസ് കീവ് സിറ്റുവേറ്റഡ് ഇൻ. എനി ഐഡിയ? കീവ് എവിടെയാണ്? ഓക്കെ, ദേവിക ഗ്രിഗറി ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? സൗമ്യ, ഓക്കെ ഫൈൻ. സോ എവിടെയാണ് ഈ കീവ് എന്ന് പറഞ്ഞ സ്ഥലം? എനി ഐഡിയ? ഇല്ല സർ. ഓക്കെ, കീവ് എന്ന് പറയുന്ന സ്ഥലവുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ക്ലൂ പറയാം. വേറൊരു പേര്, വ്ളാഡിമർ സെലൻസ്കി. എനി ഐഡിയ? വ്ളാഡിമർ സെലൻസ്കി. അതിന് വേറൊരു ക്ലൂ ഇനി ഇല്ല. ഓക്കെ, അതായത് വ്ളാഡിമർ സെലൻസ്കി റഷ്യ അല്ല, പക്ഷെ ഓൾമോസ്റ്റ് 99% അടുത്തെത്തി. ഉക്രൈനാണോ സർ? ഉക്രൈൻ. ഓക്കെ, ഉക്രൈൻ ആണ്. സോ ബിക്കോസ് 99% എന്ന് പറയാൻ കാരണം റഷ്യ, ഉക്രൈൻ ഒന്ന് ബോർഡർ കൺട്രീസ് ആണ്. വേറൊന്ന് ഇപ്പോ അടുത്ത കാലത്ത് അറിയാലോ, അതായത് റഷ്യ ഉക്രൈൻ വാർ ഉണ്ടായിരുന്ന സംഭവമുണ്ട്. അതില് ഉക്രൈന്റെ ക്യാപിറ്റലാണ് ഇത് കീവ് എന്ന് പറയുന്ന നഗരം. ഉക്രൈന്റെ ക്യാപിറ്റലാണ്. അപ്പൊ അത് നമ്മളിപ്പോ എപ്പോഴും റഷ്യയെ കുറിച്ച് പറയുമ്പോൾ ഉക്രൈനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. സോ ഉക്രൈന്റെ പ്രസിഡന്റ് ആണ് ആര്? പ്രൈം മിനിസ്റ്റർ ആണ് ആര്? ഈ പറയുന്ന വ്ളാഡിമർ സെലൻസ്കി എന്ന് പറയുന്ന ആള്. സോ ഓക്കെ, ബാക്കി പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വ്ളാഡിമർ സെലൻസ്കിയെ കുറിച്ചൊക്കെ. ഇപ്പോ ഓക്കെ, സോ അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ
ഇവിടെ പറയാൻ കാരണം അതാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ടേം അതല്ല, VAQUITA, the world's most endangered marine mammal, the vaquita is teetering on the edges of extinction. A recent survey revealed a devastating decline with only 6 to 8 individuals spotted compared to 8 to 13 just a year ago. അപ്പോൾ അത്രയും വലിയ ഒരു എക്സ്റ്റിങ്ഷന്റെ അറ്റത്താണ് ഈ പറയുന്ന മാമൽ ഉള്ളത്. എണ്ണം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിൽ ഒരുപാട് ജീവികളുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ, despite their elusive nature making precise population estimates difficult, absence of calls in recent surveys highlighted their critical situation. അപ്പൊ ഇതിന്റെ കാരണം അതാണ്. പിന്നെ about vaquita is shy member of the അതിന്റെ ഫാമിലി ആണിത്. പിന്നെ most endangered of the world's marine mammals. Okay, it is currently listed in the critically endangered by IUCN list. അപ്പോൾ പൊതുവെ എന്താണ് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, പിന്നെ വൾണറബിൾ, പിന്നെ എക്സ്റ്റിങ്ക്ട്, ഇങ്ങനെ പല പല കാറ്റഗറികളുണ്ട്. അപ്പൊ നമ്മളത് പറഞ്ഞിരുന്നു IUCN. എത്ര പേര് അന്ന് വെബ്സൈറ്റ് നോക്കിയിട്ടുണ്ട്? പിന്നെ നമ്മളന്ന് പറഞ്ഞിരുന്നു വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. അതായത് IUCN വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ IUCN ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്നതാണ്. സോ ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ഇതിനെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് വരും. അപ്പോൾ IUCN വെബ്സൈറ്റ് നോക്കിയിരുന്നോ ആരെങ്കിലും? IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. എനിവൺ, ആരെങ്കിലും നോക്കിയിരുന്നോ അതിന്റെ വെബ്സൈറ്റ്? ഇല്ല, ഓക്കെ. ഇല്ല, ഓക്കെ, കുഴപ്പമില്ല. അത് ആ വെബ്സൈറ്റ് ഒന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. IUCN വെബ്സൈറ്റ്. നമ്മൾ ഇത്തരത്തിൽ കുറെ വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ UN വെബ്സൈറ്റ്, എല്ലാത്തിനും വെബ്സൈറ്റുകളും ഈവൻ എന്താണ് അവർക്ക് എല്ലായിടത്തും പേജും ഒക്കെ ഉണ്ട്. ഇപ്പൊ ട്വിറ്റർ മീൻസ് എക്സിൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, എല്ലാത്തിലും ഇത്തരം ഓർഗനൈസേഷനുകൾക്കൊക്കെ പേജുകളുണ്ട്. ബട്ട് സ്റ്റിൽ അവരുടെ വെബ്സൈറ്റ് ഒന്ന് നോക്കുക. വെബ്സൈറ്റുകളിൽ അതിന്റെ കൃത്യമായ ഡീറ്റെയിലിംഗ് ഉണ്ടാവും. പ്രത്യേകിച്ച് IUCN ഒരു ഇന്റർനാഷണലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് പറഞ്ഞതാണ്, ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് ദ എക്സ്റ്റിങ്ഷൻ ഓഫ് എ മാമൽ. അപ്പൊ ആ മാമലിന്റെ പേര് അറിഞ്ഞിരിക്കുക, വാക്വീറ്റ എന്നറിയപ്പെടുന്നതാണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് റേഞ്ച് ഓഫ് എനി വെയിൽ, ഡോൾഫിൻ ഓർ porpoise. It only lives in the northern part of the Gulf of California in Mexico. സോ അത് എവിടെയാണ് ഉള്ളത് എന്നുള്ളതും അതാണ് പ്രത്യേകത. മെക്സിക്കോയുടെ അടുത്താണ്, സൗത്ത് ഓഫ്. ഇപ്പൊ മെക്സിക്കോ കടൽ, ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് ചർച്ചയിലുണ്ട്. മെക്സിക്കോ, അമേരിക്കയിൽ പുതിയ ന്യൂസുകൾ വരുന്നത് അതാണ്. മെക്സിക്കോ കടലിന്റെ പേര് ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്നതിന്റെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാക്കണം എന്നൊക്കെയുള്ള പ്രപ്പോസലുകൾ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് യൂറോപ്യൻ ട്രേഡ്, ഈ ഒരു ഫീച്ചർ നോക്കാം. യൂറോപ്യൻ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നതാണ്, ഫ്രീ ട്രേഡ് അസോസിയേഷൻ. സോ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ പീയൂഷ് ഗോയൽ വിൽ വിസിറ്റ് സ്വിറ്റ്സർലാൻഡ് ടു ഫോർവേഡ് a $100 billion investment commitment for India made by 4-nation European Free Trade Association under a bilateral free trade agreement. അപ്പൊ ഈ 4 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന EFTA എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇന്ത്യയുടെ ഫിനാൻസ് അല്ല, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ആക്ച്വലി ഹി വാസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വിറ്റ്സർലാൻഡിൽ വിസിറ്റ് നടത്തുന്നു. അതിൽ എന്തുണ്ട്, ടു ടേക്ക് ഫോർവേഡ് $100 billion ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ഫോർ ഇന്ത്യ മെയ്ഡ് ബൈ 4 nations. അപ്പോൾ അത് 4 രാജ്യങ്ങൾ അതിനുള്ള കമ്മിറ്റ്മെന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള ഒരു എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. അതായത് India secured the investment pledge from EFTA over next 15 years in return for tariff concession to the members of the grouping. അപ്പോൾ 15 വർഷത്തെ ഒരു എഗ്രിമെന്റ് ആണ്. അപ്പൊ ഇത് പ്രകാരം
താരിഫില് എന്ത് കൊടുക്കുക? താരിഫ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതിക്കൊക്കെ വരുന്ന തുക എന്ത് ചെയ്യുക? ഇളവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അത് ട്രേഡ് പ്രൊമോട്ട് ചെയ്യുന്നതിനാണ്. അപ്പൊ ഇതില് എഴുതിയിട്ടുണ്ട് 4 യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ഈസ് റീജിയണൽ ട്രേഡ് ഓർഗനൈസേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 4 countries, ഐസ്ലാൻഡ്, ലിഞ്ചസ്റ്റൈൻ, നോർവേ ആൻഡ് സ്വിറ്റ്സർലാൻഡ്. സോ ഈ രാജ്യങ്ങളുടെ പ്രത്യേകത നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ദീസ് കൺട്രീസ് ആർ സ്കാൻഡിനേവിയൻ, മോസ്റ്റ്ലി സ്കാൻഡിനേവിയൻ കൺട്രീസ് ആണ്. ലോകത്തിലെ ഏറ്റവും എന്താണ് ബ്യൂട്ടിഫുൾ കൺട്രീസ് എന്നും സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഇങ്ങനെയുള്ള എല്ലാ ലെവലുകളിലും ഹ്യൂമൻ ഇൻഡെക്സിലൊക്കെ ഫസ്റ്റ് നിൽക്കുന്ന രാജ്യങ്ങളാണ്. സോ എക്കണോമിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഇത്തരം രാജ്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യാപാരം കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. Okay, so the organization operates a parallel with the European Union and it's for all 4 member states participate in European single market. അപ്പൊ അത് ഈ ഒരു ഇവര് ആരുമായിട്ട് ട്രേഡ് നടത്തുന്നുണ്ട്? യൂറോപ്യൻ യൂണിയനുമായിട്ട് ട്രേഡ് നടത്തുന്നുണ്ട് ഈ 4 രാജ്യങ്ങള്. പിന്നെ ഓക്കെ, നമുക്കത് അല്ല ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ കമ്മ്യൂണിറ്റി EEC, the main predecessor of EU, the Stockholm Convention to establish EFTA was signed for January 1960 in the Swedish capital by 7 countries. അപ്പൊ അന്ന് 7 രാജ്യങ്ങൾ വെച്ച് ഒപ്പുവെച്ച EFTA ഉണ്ട്. ആഫ്റ്റർ 95 ഓൺലി 2 ഫൗണ്ടിങ് മെമ്പേഴ്സ് മെയിൻറ്റെയിൻ, നെയിംലി നോർവേ ആൻഡ് സ്വിറ്റ്സർലാൻഡ്. ബാക്കി രാജ്യങ്ങളൊക്കെ പോയി, അതാണ് സംഭവിച്ചത്. ഓക്കെ, സോ ഇപ്പോൾ EFTA-യിലുള്ളത് 4 രാജ്യങ്ങളാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് പറയുമ്പോൾ ഈ സ്വിറ്റ്സർലാൻഡിന്റെ ക്യാപിറ്റൽ ഏതാ? ക്യാപിറ്റൽ ഓഫ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് പൊതുവെ നമുക്ക് ലോകത്തിൽ എല്ലാവരും എന്താണ് വൺ ഓഫ് ദ ഇപ്പോൾ ബ്യൂട്ടിഫുൾ കൺട്രി എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് തന്നെ എന്നില്ല എങ്കിലും മോസ്റ്റ്ലി എല്ലാവരും പറയുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിന്റെ ക്യാപിറ്റൽ, സ്വിറ്റ്സർലാൻഡിലെ കറൻസി എന്ന് പറയുന്നത് സ്വിസ് ഫ്രാങ്ക് ആണ്. വേറൊരു യൂറോപ്യൻ യൂണിയനിലുള്ള പോലെ കോമൺ ആയിട്ട് യൂറോ അല്ല. യൂറോയിൽ ഇവർ യൂറോപ്യൻ യൂണിയനിൽ ഇല്ല. സോ സ്വിറ്റ്സർലാൻഡിന്റെ ക്യാപിറ്റൽ ആക്ച്വലി ബേൺ എന്ന് പറയുന്ന സിറ്റിയാണ്. ബേൺ, ഓക്കെ, BERN, BU അല്ല BE. ബേൺ എന്ന് പറയുന്നതാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. അതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു നഗരം സ്വിറ്റ്സർലാൻഡിലുണ്ട്, അതാണ് ജനീവ എന്ന് പറയുന്ന നഗരം. നമ്മൾ മിക്കവാറും UN റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷനുകളുടെ ഓഫീസ് ഉള്ളത് ഈ ജനീവയിലാണ്. ഇപ്പൊ ജനീവ അതുപോലെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പലരുടെയും റെസ്റ്റിംഗ് പ്ലേസസ് അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഈ പറയുന്ന സ്വിറ്റ്സർലാൻഡിലുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് CBI. ഓക്കെ, CBI നമുക്ക് അറിയുന്ന ഒരു ടേമാണ്. CBI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സോ സെൻട്രൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഓട്ടോണമസ് ആയി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. മാത്രമല്ല ഇത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് വിത്തിൻ ദ കൺട്രി, ഒരിക്കലും ഇന്റർനാഷണൽ ലെവലിൽ അത് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ഇത് വരാൻ കാരണം the Supreme Court recently upheld the maintainability of suit filed by the state of West Bengal accusing the center of constitutional overreach and violation of federalism by unilaterally employing the Central Bureau of Investigation without the state's prior consent. ഇതൊരു കേസ് ലോയുമായി ബന്ധപ്പെട്ടാണ് വന്നത്. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് എന്താണ് CBI അപ്പോയിന്റ്മെന്റുകളും പിന്നെ മാത്രമല്ല സ്റ്റേറ്റിന്റെ പവറിലേക്ക് CBIയെ കടത്തുന്നത് മൂലം അധികാരം മാറുന്നു അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ മിസ്യൂസ് ചെയ്യുന്നു എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ കാരണം വെസ്റ്റ് ബംഗാൾ ഹാഡ് withdrawn its general consent to CBI investigation way back on November. അപ്പോൾ ഈ വെസ്റ്റ് ബംഗാളിൽ ഉള്ള കേസുകളിൽ CBI കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് തടഞ്ഞു എന്നുള്ളതാണ്. സോ ഈ CBIയുടെ പ്രത്യേകത, CBI എന്ന് പറയുന്നത് ഒറിജിൻ ടു സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് സെറ്റപ്പ് ഇൻ 1941 ആണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വന്നതാണ് CBIയുടെ ആദ്യത്തെ രൂപം. പിന്നെ ഇത് CBI derives power to investigate from Delhi Special Police Establishment Act 1946. 46 തൊട്ടാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ പോലീസ് ആക്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് വഴി സ്പെഷ്യൽ പവർ കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ പതുക്കെയാണ് ഈ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ പേരിലേക്ക് റീച്ച് ചെയ്യുന്നത്.
അപ്പോൾ വേറെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ CBI എന്ന് പറയുന്നതിൻ്റെ റൂളിംഗ്, അതുപോലെ തന്നെ CBIയുടെ വർക്കിങ്ങിനെതിരെ എന്താണ് സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസാണ്. അപ്പോൾ സുപ്രീം കോടതി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. സുപ്രീം കോടതി കോർട്ട് റീസെന്റ് അപ്ഹെൽഡ് ദ മെയിൻറ്റനബിലിറ്റി ഓഫ് സ്യൂട്ട് ഫൈൽഡ് ബൈ സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ അക്യൂസിംഗ് ദ സെന്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓവർറീച്ച്. അപ്പം അത് എന്ത് ചെയ്തു? അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് നിലനിർത്തി എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടാണ് CBIയെ ദുരുപയോഗം ചെയ്യുകയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചും, അല്ലെങ്കിൽ ഫ്രഞ്ച് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ ബസ്റ്റൈൽ, ദ ടേക്കിംഗ് ഓഫ് ദ ബസ്റ്റൈൽ അല്ലെങ്കിൽ ബാസ്റ്റിൽ എന്നാണ് വിളിക്കുക. ബാസ്റ്റിൽ, നമ്മൾ ബാസ്റ്റിൽ ഫോർട്ട് ഒക്കെ വരുന്നുണ്ട്. സോ ബാസ്റ്റിൽ ഓൺ July 14th, 1789 signaled the beginning of the French Revolution, inspired the Indian Constitutional Assembly. ഈ ഫ്രഞ്ച് റവല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ബാസ്റ്റിൽ ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ടിന്റെ അവിടെ നിന്ന് ബാസ്റ്റിൽ കോട്ട തകർക്കൽ ആണ് അതിന്റെ തുടക്കം. അപ്പോൾ ഇയർ അഗോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ മോഡി ഗ്രേസ്ഡ് ദ ബാസ്റ്റിൽ ഡേ സെലിബ്രേഷൻ ഇൻ ഫ്രാൻസ് July 14, 2023. The Prime Minister on state visit and shared the days with French President Emmanuel Macron. ഓക്കെ, അപ്പോൾ ആ പ്രദേശം സന്ദർശിക്കുകയും അവിടെ ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ട് മീറ്റ് ചെയ്യുകയും ചെയ്തതിന്റെ കോണ്ടെക്സ്റ്റിലാണത്. അപ്പോൾ ഇവിടെ ഈ ഇയർ പഠിക്കാൻ എളുപ്പമാണ്. 1789. ഇത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ബിക്കോസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതും ഇതേ വർഷത്തിലാണ്, 1789. അപ്പോൾ 789 അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. 7, 8, 9 അടുത്തടുത്ത ഡിജിറ്റുകളായിട്ടാണ് കിടക്കുന്നത്. സോ 1789 ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ വന്ന വർഷമാണ്. അതുപോലെ തന്നെ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതും 1789. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇയർ. ആൻഡ് ഇവിടെ നമ്മൾ ഇന്ത്യയുമായിട്ട് നോക്കുമ്പോൾ ഉള്ള പ്രത്യേകത, ഇന്ത്യ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ നോക്കുമ്പോൾ അതിൽ കുറെ സംഭവങ്ങളുണ്ട്, കോളനൈസേഷൻ്റെയും അതെല്ലാം. പക്ഷേ നമ്മൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ പ്രിയാമ്പിൾ ഗ്രാൻഡ്സ് ദ ലിബർട്ടി ഓഫ് തോട്ട്സ്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്, ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഓപ്പർച്യൂണിറ്റി, ഫ്രട്ടേണിറ്റി, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം അതുപോലെ തന്നെ എടുത്തിട്ടുള്ളത് അവിടെ നിന്നാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന റിപ്പബ്ലിക് എന്ന് പറയുന്ന പദം എടുത്തിട്ടുള്ളത്, അതായത് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ റിസർവിങ് ദ ഹയസ്റ്റ് ഓഫീസ് ഓഫ് ദ സ്റ്റേറ്റ് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പോൾ ഫ്രാൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടേമുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറയുന്ന ടെർമിനോളജികൾ. സോ ഇത്തരത്തിൽ ഈ ടെർമിനോളജികൾ വരാനുള്ള കാരണം ഫ്രഞ്ച് റവല്യൂഷനാണ്. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. നമ്മൾ ആർട്ടിക്കിൾ 14, 15, 16 ആൻഡ് ന്യൂമറസ് അതേഴ്സ് ഹാഡ് റീസണബിളി ഡെമോൺസ്ട്രേറ്റഡ് ഇറ്റ്. അതായത് ഏതിനെ കുറിച്ചാണ് പറയുന്നത്? ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മുന്നോട്ട് വെച്ച ഐഡിയ ഓഫ് ഇക്വാലിറ്റി, അതാണ് പറയുന്നത്. ഇപ്പൊ ഇക്വാലിറ്റിയെ കുറിച്ചൊക്കെ ചർച്ചകൾ വരുന്നത് തന്നെ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ടുക്ക് അനദർ ലെസൺ ഫ്രം ഫ്രാൻസ് ഇൻ ടേംസ് ഓഫ് ഐഡിയ ഓഫ് സെക്യുലറിസം ആൻഡ് ഫ്രട്ടേണിറ്റി. സെക്യുലറിസം എന്ന് പറഞ്ഞ ടേം ആദ്യം ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ടേക്കൺ in 1976 after 42nd amendment. Okay, then next, the Forum for India Pacific Islands Cooperation ഒരു ഓർഗനൈസേഷൻ ആണത്. ഇതിന്റെ മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഐലൻഡുകളിൽ നടന്നതാണ് ഈ പറയുന്ന ഫിപ്പിക് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ്. അപ്പോൾ ഇന്ത്യ ഹാസ് കൺസിഡറബിളി സപ്പോർട്ട് പപ്പുവ ന്യൂഗിനിയ ചലഞ്ചിങ് ടൈംസ് ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് എർത്ത് വോൾക്കാനിക് എറപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാൻ, അല്ലെങ്കിൽ ഇത്തരം ക്ലൈമറ്റ് ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ബാധിക്കുക പപ്പുവ ന്യൂഗിനിയ പോലെയുള്ള ഐലൻഡുകളെയാണ്. അപ്പൊ ഈ സമ്മിറ്റിന്റെ പ്രത്യേകത അറിയണം. കീ സമ്മിറ്റ്, ഫസ്റ്റ് സമ്മിറ്റ് സുവ, ഫിജി എന്ന് പറയുന്ന സ്ഥലത്താണ് നടന്നത്. ഈ പറഞ്ഞ സമ്മിറ്റുകളുടെ തുടക്കത്തിൽ സമ്മിറ്റ്. സെക്കൻഡ് സമ്മിറ്റ് ജയ്പൂരിൽ നടന്നു 2015.
തേർഡ് സമ്മിറ്റ് പിന്നെ നടക്കുന്നത് പോർട്ട് മോഴ്സ്ബി എന്ന് പറയുന്ന, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പാപ്പുവ ന്യൂഗിനിയയിലാണ്. അപ്പൊ ഈ പാപ്പുവ ന്യൂഗിനിയയിൽ നടന്നതാണ് ചർച്ചയിൽ വരാനുള്ള കാരണം. എന്നാൽ ഫസ്റ്റ് നടന്നത് സുവ എന്ന് പറയുന്ന സ്ഥലത്തും പിന്നെ ഇന്ത്യയിൽ ജയ്പൂരിലുമാണ്. അപ്പൊ ഇന്ത്യ ആൻഡ് 14 പസഫിക് ഐലൻഡ് നേഷൻസ്, ഇത്രയും നേഷൻസ് ഉൾപ്പെടുന്നതാണ് ഇതിലെ മെമ്പേഴ്സ്. അപ്പോൾ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാം ഇന്ത്യ മാത്രമാണ് ഇതിൽ സംതിങ് സ്പെഷ്യൽ കൺട്രി എന്ന് പറയാവുന്ന ഒരു കാറ്റഗറിയിൽ. ബാക്കിയെല്ലാം പസഫിക് ഐലൻഡ് കൺട്രീസ് ആണ്. കുക്ക് ഐലൻഡ്സ്, ഫിജി, കിരിബാട്ടി എന്നൊക്കെ പറയുന്ന, നൗറു, മൈക്രോനേഷ്യ, എല്ലാം ചെറിയ ചെറിയ ഐലൻഡ്സ് ആണ്, ഐലൻഡ് കൺട്രീസ് ആണ്. അപ്പൊ അത് ഇന്ത്യയും ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യ പറയുന്നത്. ജിയോ പൊളിറ്റിക്കൽ, അതായത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പ്രസൻസ് പസഫിക് ഓഷനിൽ ഉണ്ടാവാനും, വേറൊന്ന് ഓപ്പൺസ് ന്യൂ മാർക്കറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ കൾച്ചറൽ ആൻഡ്, അത് കാരണം ഇന്ത്യൻ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ചില രാജ്യങ്ങളാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ഉള്ള ചില ഐലൻഡ്സ് ആണ്. ബിക്കോസ് ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെ ബ്രിട്ടന്റെ കയ്യിലുണ്ടായിരുന്ന കുറെ കോളനികളൊക്കെ ആയിരുന്നു. അപ്പൊ അവിടേക്കാണ് പിന്നീട് ഇന്ത്യക്കാര് എത്തുന്നതും പിന്നെ ഇന്ത്യൻ പോപ്പുലേഷൻ അവിടെ നിറയുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഇത്തരം രാജ്യങ്ങൾക്ക് വളരെയധികം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. സോ ആ രാജ്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ രാജ്യങ്ങളുടെ പേര് എന്തായാലും അറിഞ്ഞിരിക്കുക, ഒരു ഓൾമോസ്റ്റ് അറിഞ്ഞിരിക്കുക. സോ നെക്സ്റ്റ് നമുക്കൊരു ചെറിയൊരു സംഭവം കൂടി നോക്കാണ്ട്. വൺ സെക്കൻഡ്. നമ്മൾ 76 പറഞ്ഞുവല്ലോ അല്ലെ? ഓക്കെ, സെക്കൻഡ്. ഓക്കെ, നമ്മൾ ഇതിന്റെ ഇടയിൽ 75 ഒന്ന് വിട്ടുപോയിണ്ടായിരുന്നു. ഓക്കെ, അത് പറയാം. സോ ഇതാണ് ടോപ്പിക്. ഇപ്പൊ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഇൻ ഇന്ത്യ, ഇത് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ക്ലാസിക്കൽ ലാംഗ്വേജസ് വരാൻ കാരണം, ക്ലാസിക്കൽ ലാംഗ്വേജസ് 6 ക്ലാസിക്കൽ ലാംഗ്വേജുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് കൂടുതൽ ക്ലാസിക്കൽ ലാംഗ്വേജുകൾ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജുകളെ കുറിച്ച് പറയാൻ കാരണം, ഓൾഡസ്റ്റ് ലാംഗ്വേജുകളാണ്. ഇതിന്റെ പ്രത്യേകത, ഇത് 8ാമത്തെ ഷെഡ്യൂളിലാണ് ഈ ലാംഗ്വേജുകളെ കുറിച്ച് പറയുന്നത്. സോ ഇവിടെ ഇത് ന്യൂസിൽ വരാൻ കാരണം, സെൻട്രൽ ഗവൺമെന്റ് ഈസ് സെറ്റ് ടു റിവൈസ് ദ ക്രൈറ്റീരിയ ഫോർ ഗ്രാൻഡിങ് ക്ലാസിക്കൽ ലാംഗ്വേജ്. അപ്പോൾ റിവൈസ്ഡ് ക്രൈറ്റീരിയ വിൽ ബി ഒഫീഷ്യലി നോട്ടിഫൈഡ് ത്രൂ എ ഗസറ്റ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത പറയുന്നതാണ്, റിഫേഴ്സ് ടു ലാംഗ്വേജ് ഹാസ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്. കറന്റ്ലി 6 ലാംഗ്വേജസ്. ആ 6 ലാംഗ്വേജസ് എന്ന് പറയുന്നത് തമിഴ്, സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്കു, മലയാളം ആൻഡ് ഒഡിയ, ഇത്ര എണ്ണമാണ് വരിക. ഇവിടെ ആ പേരുകൾ കൊടുത്തിട്ടുണ്ട്, ഇയറുകളും കൊടുത്തിട്ടുണ്ട്. ഇയർ ഉൾപ്പെടെ ഇമ്പോർട്ടൻ്റ് ആണ്. 2004, 5, പിന്നെ 2008, പിന്നെ 13, 14 അങ്ങനെയാണ് വരിക. ഇതേ ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ തമിഴിലാണ് ആദ്യം കിട്ടുന്നത്, ഏറ്റവും അവസാനം ഒഡിയ ആയിരുന്നു. ദെൻ ഇതിന്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നതാണ് ഹൈ ആന്റിക്വിറ്റി ഓഫ് ഇറ്റ്സ് ഏർലി ടെക്സ്റ്റ്, അതായത് 1500 മുതൽ 2000 വർഷം പഴക്കം. പിന്നെ എ ബോഡി ഓഫ് ഏൻഷ്യൻ ലിറ്ററേച്ചർ വിച്ച് ഈസ് കൺസിഡർഡ് വാല്യുബിൾ ഹെറിറ്റേജ്. പിന്നെ ഒന്ന് ലിറ്റററി ട്രഡീഷൻ ഓഫ് ഒറിജിനൽ ആൻഡ് നോട്ട് ബോറോഡ് ഫ്രം അതർ സ്പീച്ച് കമ്മ്യൂണിറ്റി. ദെൻ ക്ലാസിക്കൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ബീങ് ഡിസ്റ്റിങ് ഫ്രം മോഡേൺ. ഇതൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ 1500 വർഷത്തെ അല്ലെങ്കിൽ 2500 മുതൽ 2000 വർഷത്തെ പഴക്കവും, പിന്നെ ഏൻഷ്യൻ ടെക്സ്റ്റുകൾ വേണം, പിന്നെ അതിന് മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും അത് എടുത്തതാവരുത്. പിന്നെ ക്ലാസിക്കൽ ലാംഗ്വേജിന് ലിറ്ററേച്ചർ ബീങ് ഡിസ്റ്റിങ്ക്ട് ഫ്രം മോഡേൺ, പുതിയതിൽ നിന്നും മാറ്റം ഉണ്ടാവണം.
അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ടു പ്രൊട്ടക്ട് ദ ലാംഗ്വേജ് സിസ്റ്റം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. അപ്പോൾ ഓക്കെ, അത്രയാണ് അതിലുള്ളൂ. സോ ലാംഗ്വേജിനെ കുറിച്ച് അറിയാൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നമ്മൾ നാഷണൽ പാർക്ക് പറയുന്ന പോലെ ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ യുനെസ്കോ റീസെന്റ് ആഡഡ് 11 ന്യൂ ബയോസ്ഫിയർ റിസർവ്സ് വേൾഡ് വൈഡ്, സ്പാനിങ് കൺട്രീസ് ലൈക്ക് കൊളംബിയ, ഇറ്റലി, മംഗോളിയ ആൻഡ് റിപ്പബ്ലിക് ഓഫ് കൊറിയ. അപ്പോൾ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റ് അവിടെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യയും അറിഞ്ഞിരിക്കണം. നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും ചെറുതും ഒക്കെ ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട്. ചെറുത് എന്ന് പറയുന്നത് ആസാമിലാണ് വരിക. ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഗുജറാത്തിലെ വരുന്നതാണ്. അതായത് നമ്മൾ എപ്പോഴും പറയുന്ന റാൻ ഓഫ് കച്ച് എന്ന് വിളിക്കുന്ന സ്ഥലം ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. സോ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം. അപ്പോൾ ഈ യുനെസ്കോ ആണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രൈറ്റീരിയ ഫോർ ഡെസിഗ്നേഷൻ ഓഫ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ എ സൈറ്റ് മസ്റ്റ് ഹാവ് എ പ്രൊട്ടക്റ്റഡ് ആൻഡ് മിനിമലി ഡിസ്റ്റർബ്ഡ് കോർ ഏരിയ വാല്യൂ ഓഫ് നേച്ചർ കൺസർവേഷൻ. പിന്നെ ദ കോർ ഏരിയ മസ്റ്റ് ബി ബയോജോഗ്രഫിക്കൽ യൂണിറ്റ്, ദ ഇൻവോൾവ്മെന്റ് ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് യൂസ് ഓഫ് ദെയർ നോളജ് ഇൻ ബയോഡൈവേഴ്സിറ്റി പ്രിസർവേഷൻ. ഇതൊക്കെ അതിൻ്റെ ക്രൈറ്റീരിയകൾ പറയുകയാണ്. അതായത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കാനുള്ള പ്രത്യേകതകൾ. സോ ഒരു 3 പ്രധാനപ്പെട്ട സോണുകളായിട്ട് ഇതിനെ തിരിക്കുന്നു. ഒന്ന് കോർ സോൺ, പിന്നെ ബഫർ സോൺ ആൻഡ് ട്രാൻസിഷൻ സോൺ. അപ്പോൾ കോർ സോൺ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി പ്രൊട്ടക്റ്റഡ് റീജിയൻ വിത്തിൻ ദ ബയോസ്ഫിയർ റിസർവ് ആണ്. ബഫർ സോൺ എന്ന് പറയുമ്പോൾ ദ കോർ സോൺ സറൗണ്ടിങ് ദ കോർ സോൺ ഏരിയ അലൗസ് ലിമിറ്റഡ് ആക്ടിവിറ്റീസ് ലൈക്ക് ടൂറിസം. അത് നമുക്കറിയുന്നതാണ്. ട്രാൻസിഷൻ സോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് പാർട്ടാണ്. അതായത് 3 ലെയർ പോലെയാണ്. ഏറ്റവും നടുക്കിലുള്ളത് വളരെ ഡേഞ്ചേഴ്സ് അല്ലെങ്കിൽ ഒരിക്കലും ആൾക്കാരെ കടത്തിവിടാത്ത കൊടുങ്കാട് എന്ന് പറയാവുന്ന പ്രദേശം, അതാണ് കോർ. പിന്നെ അതിന് ചുറ്റുമുള്ളത് ബഫർ സോൺ. അവിടെ നമ്മൾ ചെല്ലാറുണ്ട്, ജനങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന സ്ഥലമാണ് ബഫർ സോൺ. അതിന് പുറത്തുള്ളത് ട്രാൻസിഷൻ സോൺ ആണ്. സോ ഇറ്റ് ക്യാൻ യൂസ്, അവിടെ ആൾക്കാർക്ക് താമസിക്കാം, കൃഷി ചെയ്യാം, എല്ലാം പറ്റും. സോ അതാണ് അവരുടെ കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് അപ്ഹീലിയൻ എന്ന് പറയുന്നതാണ്. അപ്ഹീലിയൻ. സോ റീസെന്റ് 5th ജൂലൈ എർത്ത് റീച്ച്ഡ് അപ്ഹീലിയൻ. സോ പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ എന്ന് പറയുന്ന 2 കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അപ്ഹീലിയൻ ഈസ് എ റിസൾട്ട് ഓഫ് ഇറ്റ്സ് ഓർബിറ്റ് ബീങ് elliptical rather than circular. All planets in solar system traveled in. ഓക്കെ, അത് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്ഹീലിയൻ മാത്രമല്ല, നമുക്ക് പെരിഹീലിയൻ, അതുപോലെ തന്നെ അതിൻ്റെ ഡേയ്സ് വരുന്നുണ്ട്. ഇപ്പോൾ മാർച്ച് 21 വരുന്നുണ്ട്. അപ്പോൾ അതുമായി കോണ്ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയാം. അപ്ഹീലിയൻ മാത്രമല്ല, അതൊരു ടോപ്പിക്കായിട്ട് വേറെ പറയാം. അപ്പോൾ അപ്ഹീലിയൻ, പെരിഹീലിയൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം സൂര്യൻ സഞ്ചരിക്കുന്ന സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും വരുന്ന മാറ്റങ്ങളാണത്. അപ്പോൾ അതിൽ ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് ഡേ ഇതൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്നാൽ മാർച്ച് 21 എന്ന് പറയുന്ന ഡേ വരുന്നുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് നോൺ ആസ് ഇക്വിനോക്സ്. അപ്പോൾ ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡേ ആൻഡ് ഈക്വൽ നൈറ്റ് ആയിട്ട് വരുന്ന ഒരു സമയമാണത്. അത് വരുന്നത് മാർച്ച് 21-നാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജിയാണ്. ഇതൊരു നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, പക്ഷെ ഒരു നിയമം വഴി വന്ന ഒരു സംഘടനയാണ്, ഒരു സംവിധാനമാണത്. അപ്പോൾ മൈനോറിറ്റീസ് എന്താണെന്നും ഇവിടെ കോണ്ടെക്സ്റ്റ് കാരണം നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് took initiative to discuss the implementation and the registration of Sikh marriages under the Anand Marriage Act 18 states. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന കമ്മീഷൻ ഫോർ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 2 തരത്തിലുള്ള മൈനോറിറ്റികളുണ്ട്. അതായത് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ഒറ്റ വാക്കിൽ ചിന്തിക്കുമ്പോൾ റിലീജിയസ് മൈനോറിറ്റി, എന്നാൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്നുള്ളതും ഇതിന്റെ ഭാഗമാണ്. അതായത് ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും കോണ്ടെക്സ്റ്റുകളിൽ കൺസിഡർ ചെയ്യുന്നത് മൈനോറിറ്റി കമ്മീഷനാണ്. മൈനോറിറ്റി കമ്മീഷൻ വന്നത് അണ്ടർ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് 1992. ഇറ്റ്സ് എ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്ച്വലി. അതായത് നിയമം വഴി വന്നതാണ്. ഇറ്റ് റീപ്ലേസ്ഡ് ആൻഡ് ഏർലിയർ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ്. അതായത് മുമ്പ് മൈനോറിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നു. അതിനെ മറികടന്ന് അല്ലെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് വന്നതാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്നുള്ള സംഭവം 92-ൽ. അപ്പൊ ഇതിന് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 മെമ്പർമാരുണ്ട്. പിന്നെ
മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് വർ നോട്ടിഫൈഡ് ആസ് മൈനോറിറ്റി എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ് ആൻഡ് സൊറാഷ്ട്രിയൻസ്. ജെയിൻസ് ഓൾസോ നോട്ടിഫൈഡ് ആസ് അനദർ മൈനോറിറ്റി ഇൻ 2014. അപ്പൊ ഇത്രയും, അതായത് 1, 2, 3, 4, 5, 6. സോ 6 കമ്മ്യൂണിറ്റികളെയാണ് ഒഫീഷ്യലി ഡിക്ലെയർഡ് ആസ് മൈനോറിറ്റി. എന്നാൽ ചില സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അല്ലാതെയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് ഗവൺമെന്റ് സ്റ്റേറ്റ് ഡിക്ലെയറിൽ ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് ജൂസ് എന്ന് പറയുന്നത്, ജൂതന്മാർ, JEWS. സോ അങ്ങനെയുണ്ട്. എന്നാൽ ഇന്ത്യയിൽ 6 കമ്മ്യൂണിറ്റികളെയാണ് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആനന്ദ് മാരേജ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂസിലുണ്ട്, അത് സിഖ് മാരേജുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആക്ടാണ് ആനന്ദ് മാരേജ് ആക്ട്. അപ്പൊ അതാണ് ഇവിടെ ചർച്ചയിൽ വരാനുള്ള കാരണം. ആനന്ദ് മാരേജ് ആക്ടിന് കാരണം ഈ സിഖ് മാരേജുകളും സിഖ് കാര്യങ്ങളെല്ലാം തന്നെ സാധാരണ വരുന്നത് ഹിന്ദു മാരേജ് ആക്ടിന്റെ കീഴിലാണ്. ഇത് ആനന്ദ് മാരേജ് ആക്ട് എന്ന് പറഞ്ഞപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ആക്ട് വേണം എന്നുള്ളതാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്. അതായത് ആനന്ദ് മാരേജ് ആക്ട് ഈസ് എ ലോ ദാറ്റ് അലൗ സിഖ്സ് ടു രജിസ്റ്റർ ദെയർ മാരേജസ് അണ്ടർ എ സെപ്പറേറ്റ് ആക്ട് റാദർ ദാൻ ഹിന്ദു മാരേജ് ആക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഹിന്ദു മാരേജ് ആക്ടിന്റെ കീഴിലാണ് സംഭവിക്കുന്നത്. ഈ സിഖ് മാരേജുകളെ വിളിക്കുന്ന പേരാണ് ആനന്ദ് കരാജ് എന്നാണ് വിളിക്കുക. അപ്പൊ ഈ ആനന്ദ് കരാജ് എന്ന വാക്കിൽ നിന്നാണ് ആനന്ദ് മാരേജ് ആക്ട് എന്നുള്ള ടേം ഒക്കെ വരാനുള്ള കാരണം. ഓക്കെ, സോ അത്രയാണ് അതിന്റെ കോണ്ടെക്സ്റ്റ് ഉള്ളത്.